ഹായ് ആൾ. ഇന്ന് മോർണിംഗ് തന്നെ വിൽട്ടണിയിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ മിൻറ്റ് മോളിലോട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ മസ്തിഷ്കമരണ മൂവി കാണണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയത്. ബിക്കോസ് ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസും ട്രെയിലറൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ പേരില്ല സിനിമ കാണാൻ. സോ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി നേരെ ചിക്കനിൽ കയറി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി, വിഷമവും മാറി. പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി ഉണ്ടെന്നറിഞ്ഞത്. സോ നേരെ അവിടേക്ക് പോയി. ഞാൻ അവിടെ ഡയറക്റ്റ് പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഡയറക്റ്റ് പോയി ടിക്കറ്റ് എടുത്തു. നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ ബസ് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ജീപ്പ് സഫാരി പോകാം. അവിടെ ടോട്ടലി ഒരു 10 പേരൊക്കെ ഉള്ളുമായിരുന്നു. ജീപ്പിൽ മിനിമം 4 പേരാണെന്ന് തോന്നുന്നു. ജീപ്പിന് 1000 സംതിങ്ങും പിന്നെ ബസ്സിനാണെങ്കിൽ 300 ഓർ സംതിങ് അങ്ങനെ എന്തോ ആണ് റേറ്റ്. അങ്ങനെ ഞാൻ ജീപ്പാണ് ചൂസ് ചെയ്തത്. വേറെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ജീപ്പിലാണ് പോയത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ ാണ് കണ്ടത്. പിന്നെ ഒരു മാനിനെ കണ്ടു. ഈ ഫുൾ ജേർണിയിൽ മാനുകളെയാണ് കൂടുതൽ കണ്ടത്. കുറേ മാൻ കൂട്ടത്തോടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഒരു മാനും പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ കുട്ടിയെ അവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മളൊരു ലങ്കൂറിനെ കണ്ടു. ഫസ്റ്റ് ഞാൻ ഒന്നാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തിയപ്പോൾ കുറേ എണ്ണം കൂട്ടത്തോടെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ നേരെ പിന്നെയും നമ്മൾ കഴിഞ്ഞപ്പോൾ മാനുകളൊക്കെയാണ് കണ്ടത്. വേറെ ആനിമൽസിനൊന്നും കണ്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ബൈ ലക്കാണ് കാണുന്നത്. പക്ഷേ ഈ ഫോറസ്റ്റിൽ കൂടെ ഉള്ള യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നേരെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ കർണാടക കേരള ബോർഡറിൻ്റെ അടുത്തൂടെയാണ് വന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി, വർത്തായിട്ട് തോന്നി. കാരണം എപ്പോഴും ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്യാൻ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ചാൻസ് അല്ല. സോ അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ടൈം അവിടെയൊക്കെ വന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ അസംഷൻ ചർച്ചിൽ പോയി. അത് കഴിഞ്ഞൊരു ബർഗറും ലൈമും കഴിച്ച് നേരെ റൂമിൽ പോയി.